നമസ്കാരം, എല്ലാവർക്കും ട്രേഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ് ജനറേഷൻ PSU ബാങ്കുകളെ കുറിച്ചിട്ടാണ്. നമ്മൾ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ചെയ്തു കഴിഞ്ഞു. പാർട്ട് 1 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യനെ കുറിച്ചിട്ടും പാർട്ട് 2 പഞ്ചാബ് നാഷണൽ ബാങ്കിനെ കുറിച്ചിട്ടും പാർട്ട് 3 ബാങ്ക് ഓഫ് ബറോഡയെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. അതിൻ്റെ മൂന്നിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. ഇപ്പം നമ്മൾ പാർട്ട് 4 നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കനറ ബാങ്കിനെ കുറിച്ചിട്ടാണ്. കനറ ബാങ്ക് സൗത്ത് ഇന്ത്യയിലത്തെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു ബാങ്കാണ് കനറ ബാങ്ക്. നമ്മൾ കേരളത്തിലാണെങ്കിലും മലയാളീസിനാണെങ്കിലും കനറ ബാങ്കിനെ കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെയധികം ബ്രാഞ്ചസ് ഉള്ള ഒരു ബാങ്ക് കൂടിയാണ് കനറ ബാങ്ക്. കേരളത്തിൽ മാത്രമല്ല സൗത്ത് ഇന്ത്യയിലടക്കം. സൗത്ത് ഇന്ത്യയിൽ മേജർ ബാങ്കും പ്ലെയർ കൂടിയാണ് കനറ ബാങ്ക്. ഇന്ന് നമ്മൾ കനറ ബാങ്കിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് അതിൻ്റെ ഒരു ഹിസ്റ്ററിയിലേക്ക് പോയി നോക്കാം. സ്ലൈഡ് നോക്കി നോക്കാം. കനറ ബാങ്കിനെ കുറിച്ചിട്ടുള്ള സ്ലൈഡ് നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ PSU ബാങ്കാണ്. 12 ബാങ്ക് ഉണ്ട്. നമ്മൾ ഓരോന്നായി ഡിസ്കസ് ചെയ്ത് വരണോ. ഇന്ന് നമ്മൾ കനറ ബാങ്കിനെ കുറിച്ചാണ് പറയുന്നത്. കനറ ബാങ്കിൻ്റെ ഒരു ചെറിയൊരു ബ്രീഫ് ഹിസ്റ്ററിയിലേക്ക് ഒന്ന് പോയി നോക്കാം. കനറ ബാങ്ക് സ്ഥാപിതമാകുന്നത് 1906 മാംഗ്ലൂരാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അമീബാൽ സുബറാവു പൈ എന്ന ഒരു വ്യക്തിയാണ് കനറ ബാങ്ക് സ്ഥാപിച്ചത്. കനറ ബാങ്കിന്റെ ആദ്യത്തെ പേര് കനറ ഹിന്ദു പെർമനന്റ് ഫണ്ട് എന്നായിരുന്നു കനറ ബാങ്കിന്റെ ആദ്യത്തെ പേര്. 1910 ആ പേര് മാറ്റി കനറ ബാങ്ക് ലിമിറ്റഡ് എന്നാക്കി. അതിന്റെ പേര് മാറ്റി കനറ ബാങ്ക് ലിമിറ്റഡ് എന്നാക്കി 1910. പിന്നെ അതിനുശേഷം നമ്മളുടെ ഇന്ത്യയിൽ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം 13ഓളം ബാങ്ക് നാഷണലൈസ് ആക്കിയിട്ടുണ്ടായിരുന്നു കേന്ദ്ര ഗവൺമെന്റ്. മേജർ കൊമേഴ്ഷ്യൽ ബാങ്കിനെ നാഷണലൈസ് ആക്കിയിട്ട് 1969 പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കനറ ബാങ്കും ഇൻക്ലൂഡഡ് ആയിരുന്നു. അപ്പോൾ 1969 മുതൽ കനറ ബാങ്ക് നാഷണലൈസ്ഡ് ബാങ്കായി മാറി. ഇപ്പോൾ ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ബാംഗ്ലൂരാണ്. കനറ ബാങ്കിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ബാംഗ്ലൂരാണ്. വളരെയധികം സൗത്ത് ഇന്ത്യയിലത്തെ വളരെയധികം ചെറുകിട ബാങ്കുകളെയെല്ലാം കനറ ബാങ്ക് അക്യൂർ ചെയ്തിട്ടുണ്ട്. കേരളത്തിന് വളരെയധികം കുറേ ബാങ്കുകളെയും കനറ ബാങ്ക് അക്യൂർ ചെയ്തിട്ടുണ്ടായിരുന്നു. 2020 ഏപ്രിൽ 1 മണിപ്പാൽ ബേസ്ഡ് ആയിട്ടുള്ള സിൻഡിക്കേറ്റ് ബാങ്ക് കനറ ബാങ്ക് ആയിട്ട് മെർജ് ചെയ്യുകയുണ്ടായി. അപ്പോൾ കനറ ബാങ്കിന് കുറച്ചും കൂടി അവരുടെ ബിസിനസ് എക്സ്പാൻഷനെ പറ്റി, അതുപോലെ അസറ്റ് കൂടി കുറേ ബിസിനസ് എക്സ്ട്രാ വന്നു കനറ ബാങ്കിന് സിൻഡിക്കേറ്റ് ബാങ്ക് കൂടി ലയിച്ചതിന് ശേഷം. ഇതാണ് കനറ ബാങ്കിന്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഇനി നമുക്കതിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളിലേക്കും പോവാം. 4th ലാർജസ്റ്റ് PSU ബാങ്ക് ആണ് കനറ ബാങ്ക്. ടോട്ടൽ കസ്റ്റമേഴ്സ് 8,27,00,000 കസ്റ്റമേഴ്സ് തന്നെയുണ്ട് കനറ ബാങ്കിന്. ബ്രാഞ്ചസ് 10,300 പരം ബ്രാഞ്ചസ് തന്നെയുണ്ട് കനറ ബാങ്കിന്. അതുപോലെ തന്നെ 10,000 മേലെ ATMs ഉണ്ട് കനറ ബാങ്കിന്റെ കൈവശം. പിന്നെ റവന്യൂ എന്ന് പറയുന്നത് 2019 53,385 കോടിയായിരുന്നു കനറ ബാങ്കിന്റെ റവന്യൂ. എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 53,038 കോടി രൂപയായിരുന്നു. പ്രോഫിറ്റ് 347 കോടി രൂപ പ്രോഫിറ്റും ഉണ്ടായിരുന്നു കനറ ബാങ്ക് 2019. ടോട്ടൽ അസറ്റ് എന്ന് പറയുന്നത് 7,12,000 കോടി രൂപ ടോട്ടൽ അസറ്റ് തന്നെ ഉണ്ട് കനറ ബാങ്കിന്. പിന്നെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഹോൾഡിംഗ് എന്ന് പറയുന്നത് 78.52% ഷെയർസ് ആണ് കനറ ബാങ്കിന്റെ ഗവൺമെന്റ് ഹോൾഡ് ചെയ്യുന്നത്. കനറ ബാങ്കിന്റെ എംപ്ലോയി സ്ട്രക്ചർ എന്ന് പറയുന്നത് വളരെ വലുതാണ്. 1,00,000 പരം എംപ്ലോയീസ് തന്നെയുണ്ട് കനറ ബാങ്കിൽ വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ ലാസ്റ്റ് ഷെയർ ട്രേഡിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 83 രൂപ 80 പൈസയാണ് കനറ ബാങ്കിന്റെ ലാസ്റ്റ് ട്രേഡിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. ക്ലോസ് ചെയ്ത പ്രൈസ് കഴിഞ്ഞ വെള്ളിയാഴ്ച 29/5/2019. ഷെയർ ക്യാപിറ്റൽ 29/5/2019 ഷെയർ ക്യാപിറ്റൽ വാല്യൂ 12,173 കോടി രൂപയാണ് അതിന്റെ ഷെയർ ക്യാപിറ്റൽ വാല്യൂ. പിന്നെ കനറ ബാങ്കിന്റെ ഒരു എന്തെങ്കിലും സബ്സിഡിയറീസ് NSE-യിലോ BSE-യിലോ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 39% ഷെയർ ഹോൾഡിംഗ് കനറ ബാങ്ക് ഹോൾഡ് ചെയ്യുന്ന ക്യാൻ ഫിനാൻസ് ഹോം ലിമിറ്റഡ് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. 277 രൂപ 25 പൈസയാണ് അതിന്റെ ഷെയറിന്റെ പ്രൈസിന്റെ വില, ലാസ്റ്റ് ട്രേഡിംഗ് പ്രൈസിന്റെ വില. പിന്നെ കനറ ബാങ്കിന് കുറേ സബ്സിഡിയറീസ് വരുന്നുണ്ട്. അതിൽ കുറച്ച് സബ്സിഡിയറീസ് ആണ് കനറ റൊബേക്കോ അസറ്റ് മാനേജ്മെന്റ് ലിമിറ്റഡ് മ്യൂച്വൽ ഫണ്ട് ഡിവിഷൻ ആണ്. കനറ ബാങ്ക് സെക്യൂരിറ്റീസ് കനറ ബാങ്കിന്റെ ഷെയർ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ആണ്. ഡിമാറ്റും അതുപോലെ ബോൺസും ബൈയും സെല്ലിംഗ് ഒക്കെ വരുന്ന ഡിവിഷനാണ് കനറ ബാങ്കിന്റെ കനറ ബാങ്ക് സെക്യൂരിറ്റീസ്. പിന്നെ കനറ ബാങ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്ന കനറ ബാങ്കിന്റെ തന്നെ ഒരു സബ്സിഡിയറി ഒരു സെക്ഷൻ ആണ്. നമ്മൾ മണി ലെൻഡിങ്ങിന്റെയും അതിനെല്ലാം കോർഡിനേറ്റ് ചെയ്യാനുള്ള ഒരു ഡിവിഷൻ ആയിട്ടാണ് വരുന്നത്. പിന്നെ കുറച്ചുകൂടി വേറെ സബ്സിഡിയറീസ് വരുന്നുണ്ടാകും. നമുക്ക് അതിന്റെ കനറ ബാങ്കിന്റെ വെബ്സൈറ്റിലൂടെ നമുക്കത് പരിചയപ്പെടാം.
ഇതാണ് അതിൻ്റെ ബ്രീഫ് ആയിട്ടുള്ള ഒരു സ്ലൈഡ്സ് എന്ന് പറയുന്നത് കനറ ബാങ്കിൻ്റെ. ഇനി നമുക്ക് കനറ ബാങ്കിൽ moneycontrol.com എങ്ങനെയാണ് കനറ ബാങ്കിനെ കുറിച്ചിട്ട് അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നോക്കി നോക്കാം. ഇതാണ് കനറ ബാങ്കിൻ്റെ moneycontrol.com കനറ ബാങ്കിൻ്റെ ഹോം പേജ് എന്ന് പറയുന്നത്. സെക്ടർ ബാങ്കിങ് സെക്ടർ ആണ്, പബ്ലിക് ബാങ്കിങ് പബ്ലിക് സെക്ടർ ആണ് വരുന്നത്. BSEയിലും NSEയിലും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. NSEയിൽ 83 രൂപ 80 പൈസയാണ്, ലോ വന്നിട്ട് 73 രൂപ 65 പൈസയും, ഹൈ 296 രൂപ 55 പൈസയും വന്നിട്ടുണ്ട്. നല്ലൊരു ഇൻവെസ്റ്റ്മെന്റിന് പറ്റിയ സമയമാണ് കനറ ബാങ്ക്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂ ജനറേഷൻ ബാങ്ക് എന്നൊരു കോൺസെപ്റ്റ് കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നു. കുറേ ബാങ്കുകൾ തമ്മിൽ മെർജ് ചെയ്തു, ബിസിനസ് എക്സ്പാൻഡ് ചെയ്തു, പല പുതിയതായിട്ടുള്ള പല കാര്യങ്ങളും ബാങ്കുകൾക്ക് കൊടുത്തിട്ടുണ്ട്. കൂടുതൽ ഫണ്ട് റേസ് ചെയ്തിട്ടും പിന്നെ ഡെപ്റ്റ് കുറച്ചിട്ടൊക്കെ. അപ്പോൾ ഇനിയുള്ള ഫ്യൂച്ചറിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എക്സ്പാൻഷനാണ് എല്ലാ കമ്പനികളും നോക്കുന്നത്. അപ്പോൾ അതിലത്തെ ഒരു മേജർ പ്ലെയർ ആണ് സൗത്ത് ഇന്ത്യയിലത്തെ കനറ ബാങ്ക്. നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ആണ്. ഇപ്പോൾ വെച്ചാൽ വളരെ ലോ റേറ്റിലാണ് നിൽക്കുന്നത്. ഇൻ ഫ്യൂച്ചറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് പറ്റിയൊരു കമ്പനിയാണ്. ഹൈ 296 വരെ പോയി, ലോയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമുക്കത് വാങ്ങിച്ചെടുക്കാൻ പറ്റും. ബുക്ക് വാല്യൂ 250 രൂപയാണ് ബുക്ക് വാല്യൂ ഉള്ളത്. വളരെയധികം ഡിസ്കൗണ്ടിലാണ് കമ്പനി നിൽക്കുന്നത്. ശരിയാണ്, കുറച്ച് കാലഘട്ടമായിട്ട് ഡിവിഡൻഡ് ഒന്നും കൊടുത്തിട്ടില്ല, എങ്കിൽ കൂടി ഇൻ ഫ്യൂച്ചറിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു അസറ്റ്, നല്ലൊരു റിട്ടേൺ കൂടി തരുന്ന ഒരു കമ്പനിയാണ് കനറ ബാങ്ക്. ഇതാണ് കനറ ബാങ്കിന്റെ ബാക്കിയുള്ള നമ്മളോട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിന്റെ റവന്യൂവിന്റെ ബേസിലാണെന്നുണ്ടെങ്കിലും ബാക്കിയുള്ള കേസുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് കനറ ബാങ്കിന്റെ ബ്രീഫ് ആയിട്ടുള്ള ഒരു മണി കൺട്രോളിൽ പറയുന്ന ഒരു ഭാഗം. പിന്നെ കനറ ബാങ്കിന് ഒരു സബ്സിഡറി ആയിട്ടുള്ള ഒരു 30% ഹോൾഡ് ചെയ്യുന്ന ഒരു കമ്പനി 29.99 കനറ ബാങ്ക് ആണ് ഇത് ഹോൾഡ് ചെയ്യുന്നത്, ഇതിന്റെ ഷെയർസ്. അപ്പോൾ ഇതിന്റെ പ്രൊമോട്ടറായിട്ട് തന്നെയാണ് കനറ ബാങ്ക് നിൽക്കുന്നത്. ബാക്കിയെല്ലാം ജനറൽ പബ്ലിക്കും അതുപോലെ തന്നെ പല മ്യൂച്വൽ ഫണ്ട്സ് ഒക്കെ ആയിട്ടാണ് ബാക്കിയുള്ള എല്ലാം ഹോൾഡ് ചെയ്യുന്നത്. ക്യാൻ ഫിനാൻസ് ഹോമിന്റെയാണ് ഞാൻ പറയുന്നത്. കനറ ബാങ്ക് ക്യാൻ ഫിനാൻസ് ഹോമിന്റെ സെക്ടർ എന്ന് പറയുന്നത് ഫിനാൻസ് ആൻഡ് ഹൗസിങ്ങിന്റെ സെക്ടറിലാണ്. ഹൗസിംഗ് ലോണും കാര്യങ്ങളൊക്കെയാണ് ക്യാൻ ഫിനാൻസ് ഹോമിന്റെ മെയിൻ ആയിട്ടുള്ള ഡിവിഷൻ എന്ന് പറയുന്നത്. രണ്ടിലും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, BSEയിലും NSEയിലും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. BSEയിൽ 277, NSEയിൽ 277 രൂപ 25 പൈസയിൽ ക്ലോസ് ചെയ്തു. ലോ 253 രൂപ 30 പൈസയിൽ വന്നു, ഹൈ 519 രൂപ വരെ വന്നിട്ടുണ്ട്. പിന്നെ ഷെയർ ക്യാപിറ്റലും മാർക്കറ്റ് ക്യാപിറ്റൽ നോക്കുന്ന 3681 കോടി രൂപ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉണ്ട്. ബുക്ക് വാല്യൂ 133 രൂപ 84 പൈസ, ഡിവിഡൻഡ് 100% കൊടുത്തിട്ടുണ്ട്, ഫേസ് വാല്യൂ 2 രൂപ. അപ്പോൾ 2 രൂപ അവർ കൺസിസ്റ്റന്റ് ആയിട്ട് ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. സെയിലുണ്ട് 500 കോടി രൂപ ആവറേജ് സെയിലുണ്ട്. ക്വാർട്ടർലി നെറ്റ് പ്രോഫിറ്റും ഉണ്ട്, അവർക്ക് നല്ലൊരു പ്രോഫിറ്റും ഉണ്ട്. ക്വാർട്ടറിൽ 90 കോടി രൂപ വരെ അടുത്ത ആവറേജ് പ്രോഫിറ്റും കൊടുക്കുന്നുണ്ട്. പിന്നെ ഡിവിഡൻഡും കൺസിസ്റ്റൻസി ഉണ്ട്. 2 രൂപ വെച്ചിട്ട് എല്ലാ വർഷവും അവർ ഡിവിഡൻഡും കൊടുക്കുന്നുണ്ട്. അപ്പോൾ കനറ ബാങ്കിന്റെ ഹോൾഡിംഗും ഉണ്ട് 30%. പിന്നെ പബ്ലിക്കിന്റെ കയ്യിൽ, മ്യൂച്വൽ ഫണ്ടിന്റെ കയ്യിൽ ആണ് ബാക്കിയുള്ള ഷെയർ പേഴ്സൻറ്റേജ് എല്ലാം കിടക്കുന്നത്. ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ആരും ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല ക്യാൻ ബാങ്കിൽ, 0 ആണ് കാണിക്കുന്നത്. അപ്പോൾ കനറ ബാങ്കിൻ്റെതായിട്ടുള്ള നല്ലൊരു സപ്പോർട്ട് ഉണ്ട്. പിന്നെ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി പ്രോഫിറ്റബിലിറ്റി കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു കമ്പനിയും കൂടിയാണ്. നോക്കി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു കമ്പനിയാണ് ക്യാൻ ഫിനാൻസ് ഹോം. അതാണ് ഇതിന്റെ മണി കൺട്രോളിലെ ഈ 2 കമ്പനികളെ കുറിച്ച് ഡീറ്റെയിൽസ് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. പിന്നെ നമുക്ക് കനറ ബാങ്കിന്റെ വെബ്സൈറ്റിലേക്ക് ഒന്ന് പോയി നോക്കാം. ഇതാണ് ഇതിന്റെ ഹോം പേജ് എന്ന് പറയുന്നത്. കനറ ബാങ്ക് സിൻഡിക്കേറ്റ് കനറ ബാങ്ക് ആയിട്ട് ലയിച്ചതിന് ശേഷം നമുക്ക് അതിന്റെ ലിങ്കുകളൊക്കെ കൊടുക്കുന്നുണ്ട്. ആർക്കും അല്ല, എവിടെയും കനറ ബാങ്കിന്റെ ഇടയിൽ സിൻഡിക്കേറ്റിന്റെ ഡീറ്റെയിൽസും ലിങ്കൊക്കെ വരുന്നുണ്ട്. ഇതാണ് കനറ ബാങ്കിന്റെ ഹോം പേജ് എന്ന് പറയുന്നത്. ഈ പറഞ്ഞ പോലെ ഇതിലെ എല്ലാം എന്താ പറയാ, നോർമൽ എല്ലാ ബാങ്കിങ്ങിന്റെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടായിരിക്കും ഇതിൽ. നമ്മളുടെ അതുപോലെ തന്നെ നോർമൽ ഓൺലൈൻ ട്രേഡിംഗ്, ഓൺലൈൻ ഫണ്ട് ട്രാൻസ്ഫറിങ്ങും അതെല്ലാം നോർമൽ എല്ലാ ബാങ്കുകളും പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നല്ലൊരു ഹോം പേജ് ആണ് കനറ ബാങ്കിന് കൊടുത്തിട്ടുള്ളത്. അതാണ് കനറ ബാങ്കിന്റെ ഒരു ഹോം പേജ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കനറ ബാങ്കിന്റെ സബ്സിഡിയറിയിലേക്ക് പോയി നോക്കിയേക്കാം. കനറ ബാങ്കിന്റെ സബ്സിഡിയറീസ് പറയുന്നത് കനറ റോബേക്കോ അസറ്റ് മാനേജ്മെന്റ് കമ്പനിയാണ്. ഈ കനറ റോബേക്കോ അസറ്റ് മാനേജ്മെന്റ് കമ്പനി എന്ന് പറയുന്നത് കനറ ബാങ്കിന്റെ തന്നെ ഒരു മ്യൂച്വൽ ഫണ്ട് ഡിവിഷൻ ഉണ്ട്. ഇത് മെയിൻലി കനറ ബാങ്ക് ചെയ്ത് ഓൺലി മ്യൂച്വൽ ഫണ്ടിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു ഡിവിഷൻ കൊടുത്തിരുന്നത്. എല്ലാ ഇവര് ഈ കനറ ബാങ്കിന്റെ പല തരത്തിലുള്ള ഫണ്ടുകൾ ഇവർ റേസ് ചെയ്തിട്ടുണ്ട്. കനറ ബാങ്കിന്റെ സപ്പോർട്ടോട് പല ഫണ്ടുകൾ റേസ് ചെയ്തിട്ടുണ്ട്. അതിന് നല്ല ഡിവിഡൻഡ്, നല്ല പ്രോഫിറ്റും കൊടുത്തിട്ടുണ്ട്. സിൻസ് ഇൻസ്പെക്ഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 16%, 17%, 14% ഒക്കെയാണ് അവർ റിട്ടേൺ കൊടുത്തിട്ടുള്ളത്.
അപ്പോൾ ഇതൊരു മ്യൂച്വൽ ഫണ്ട് ഡിവിഷനാണ് കനറ ബാങ്ക് റൂബേക്കോം എന്ന് പറയുന്നത്. പിന്നെ അടുത്ത് വരുന്നത് കനറ ബാങ്ക് ഫിനാൻഷ്യൽ സർവീസസ് ആണ്. കനറ ബാങ്ക് ഫിനാൻഷ്യൽ സർവീസസിലെ ഫിനാൻസിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു ലീഡിംഗ് ആണ് അവർ കൊടുക്കുന്നത്. പിന്നെ അടുത്ത് കനറ ബാങ്ക് സെക്യൂരിറ്റീസ്. ഈ കനറ ബാങ്ക് സെക്യൂരിറ്റീസിലാണ് അതിൻ്റെ വെബ്സൈറ്റിൻ്റെ പേര് canmoney.in ആണ്. ഈ കനറ ബാങ്ക് സെക്യൂരിറ്റീസിൽ മെയിനായിട്ട് കൊടുക്കുന്നത് അത് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പണിംഗ്, ഓൺലൈൻ ട്രേഡിംഗ്, പിന്നെ മാർക്കറ്റ് റിസർച്ച് പ്രൊഡക്റ്റ്, അതായത് കുറേ കൊടുക്കുന്നുണ്ട്. അതായത് നോർമൽ ഷെയർ ട്രേഡിംഗ്, അതായത് ഇപ്പോൾ നമ്മൾ ഷെയർഗാൻ, ICICI സെക്യൂരിറ്റീസ്, ഏഞ്ചൽ ബ്രോക്കിംഗ് ഇവരെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന പോലെ തന്നെ കനറ ബാങ്കും ഓൺലൈൻ ഷെയർ ട്രേഡിങ്ങിനുള്ള ഒരു പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മെയിനായിട്ടുള്ളത് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക, ബോൺസ്, ഷെയർസ്, മ്യൂച്വൽ ഫണ്ട്, എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ട്സ്, ഗവൺമെന്റ് സെക്യൂരിറ്റീസ്, ഇതെല്ലാം ട്രേഡ് ചെയ്യാൻ ഒരു പ്ലാറ്റ്ഫോം കൊടുക്കുക. അപ്പോൾ കനറ ബാങ്കിന്റെ അണ്ടറിലുള്ള ഒരു ഓൺലൈൻ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ് കനറ ബാങ്ക് സെക്യൂരിറ്റീസ് ലിമിറ്റഡിൽ വരുന്നത്. അതിനുവേണ്ടി ഒരു സെപ്പറേറ്റ് ഡിവിഷൻ തന്നെ അവർ ഓപ്പൺ ചെയ്തതാണ് canmoney.in കനറ ബാങ്ക് സെക്യൂരിറ്റീസ് എന്ന ഡിവിഷൻ. നോർമൽ ഷെയർ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ബേസിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ അടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാൻ ബാങ്ക് കമ്പ്യൂട്ടർ സർവീസസ് ലിമിറ്റഡ്, വേറെ സബ്സിഡറി ആണ്. ഇതെന്ന് പറയുന്നത് നമ്മളുടെ നെറ്റ്വർക്കിംഗ് ആയിട്ടുള്ള കനറ ബാങ്ക് മാത്രമല്ല, വിജയ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, കരൂർ വൈശ്യ ബാങ്ക്, ലക്ഷ്മി വിലാസ് ബാങ്ക്, ഈ പറഞ്ഞ ബാങ്കുകളുടെയും മെയിൻലി കനറ ബാങ്കിൻ്റെയും എല്ലാ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള എല്ലാ നെറ്റ്വർക്കിംഗ് കാര്യങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുന്നത് കനറ ബാങ്കിൻ്റെ തന്നെ കമ്പ്യൂട്ടർ സർവീസ് കാൻ ബാങ്ക് കമ്പ്യൂട്ടർ സർവീസ് ലിമിറ്റഡ് ആണ്. ഇതെല്ലാം ഈ കാര്യങ്ങളെല്ലാം അവർക്ക് സപ്പോർട്ടിങ് കൊടുക്കുന്നത്. RTA ആക്ടിവിറ്റീസും CCL ടു ഈ RTA ആക്ടിവിറ്റീസും ബാക്കിയുള്ളതെല്ലാം കനറ ബാങ്കിന്റെ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള എല്ലാ ഡിവിഷൻസും എല്ലാ കാര്യങ്ങളും കാൻ ബാങ്ക് കമ്പ്യൂട്ടർ സർവീസ് എന്ന ഡിവിഷനാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അതുകൂടാതെ ബാക്കി 4 ബാങ്കുകളുടെയും ഇവരെ സപ്പോർട്ടിങ് കൊടുക്കുന്നുണ്ട്. അതിൻ്റെയാണ് കാൻ ബാങ്ക് കമ്പ്യൂട്ടർ എന്നുള്ള ഒരു ഡിവിഷൻസ് വരുന്നത്. പിന്നെ അടുത്ത് നമ്മൾ പറയുന്നത് തന്നെ കാൻ ഫിനാൻസ് ഹോം ആണ്. കാൻ ഫിനാൻസ് ഹോമിൻ്റെ സൈറ്റും ഓപ്പൺ ആവണില്ല, ട്രൈ ചെയ്തു പക്ഷെ ഓപ്പൺ ആവണില്ല. ഇതാണ് കാൻ ഫിനാൻസ് ഹോമിൻ്റെ വെബ്സൈറ്റ്. ഇതാണ് ഇതിൻ്റെ ലോഗോ വരുന്നത്. മെയിൻലി പറഞ്ഞ പോലെ തന്നെ ഹോം ഫിനാൻസിങ് ആണ്. 30% ആണ് ഷെയർ ഹോൾഡിംഗ് ഉള്ളത് കനറ ബാങ്കിന്റെ. ഹോം ഫിനാൻസ് അതായത് നോർമൽ ഫിനാൻസ്, അതായത് ഹോം ലോൺ, അതുപോലെ തന്നെ ബാക്കിയുള്ള ഹോമിനോടനുബന്ധിച്ചിട്ടുള്ള ഹോം ലോണിന്റെ ഡീറ്റെയിൽസ് ആണ്. മെയിനായിട്ട് ലെൻഡിങ് ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. മെയിനായിട്ട് ഇപ്പോൾ നമ്മൾ ഹൗസിംഗ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, HDFC, അതുപോലെ തന്നെ ഹൗസിംഗ് നമ്മളുടെ തന്നെ ഇന്ത്യ ബുൾ ഹൗസിംഗ്, അങ്ങനെ കുറേ ഹൗസിംഗ് ആയിട്ടുള്ളതുണ്ടല്ലോ. അപ്പോൾ അതേപോലത്തെ ഒരു ഡിവിഷനാണ് ഹോം ഫിനാൻസിങ് ആണ് മെയിനായിട്ട് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ആവുന്നില്ല. ഇതാണ് അതിൻ്റെ സൈറ്റ് canfinhome.com. പിന്നെ അടുത്ത സബ്സിഡിയറി ആണ് വരുന്നത് വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട്, കാൻ ബാങ്ക് ഫാക്ടേഴ്സ്. കാൻ ബാങ്ക് ഫാക്ടേഴ്സ് ആണ് വരുന്നത്. ഇതും അതുപോലെ തന്നെ ഒരു എന്താ പറയുക സബ്സിഡിയറി ഓഫ് കനറ ബാങ്ക്, ലീഡിംഗ് പബ്ലിക് സെക്ടർ ബാങ്ക് പ്രൊഫഷണൽ സർവീസസ്. നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനിയാണ്. അതുപോലെ തന്നെ മെയിൻ ആയിട്ടുള്ളത് വൺ ഓഫ് ദ ലീഡിംഗ് ഫാക്ടറിംഗ് ഇൻഡസ്ട്രി ഇൻ ഇന്ത്യ. Our business is converting account is receivable instead of cash soon as the bill of your customers. മെയിൻ ആയിട്ട് വരുന്നത് ഇതുപോലെ തന്നെ കോർപ്പറേറ്റ് മെയിൻ ആയിട്ടുള്ള ഇൻഡസ്ട്രികൾക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെക്ഷൻ, ഈ ഒരു ഡിവിഷൻ ഇവരെ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. നമ്മളുടെ കാൻ ബാങ്ക് ഫാക്ടറീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ, അതായത് മെയിനായിട്ട് ഇൻഡസ്ട്രികൾക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു ഡിവിഷൻ ഓപ്പൺ ആയിട്ടുണ്ട് നമ്മൾ കനറ ബാങ്ക്. ആ ഒരു ഡിവിഷനാണ് കാൻ ബാങ്ക് ഫാക്ടറീസ് ലിമിറ്റഡ് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത് വരുന്ന ഡിവിഷനാണ് ക്യാപിറ്റൽ വെഞ്ചർ ഫണ്ട്. അതായത് മെയിൻ ആയിട്ടുള്ള ബോണ്ടുകളുടെയും അതുപോലെ തന്നെ ഡിബെഞ്ചേഴ്സിൻ്റെ ഒക്കെ ബാക്കി EDFൻ്റെ അതിനൊക്കെ ഒരു ഡിവിഷനായിട്ടാണ് കാൻ ബാങ്ക് VC എന്ന് പറഞ്ഞ ഒരു ഡിവിഷനിലേക്ക് നമ്മൾ കനറ ബാങ്ക് വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട് ലിമിറ്റഡ് has for managed 5 fund schemes like a total മെയിൻ ആയിട്ടുള്ള ഫണ്ടുകൾ എന്താ പറയുക മാനേജ് ചെയ്യാനുള്ള ഒരു ഡിവിഷനായിട്ടാണ് കാൻ ബാങ്ക് ഈ ഒരു ഡിവിഷനെ അവർ മാറ്റിയിട്ടുള്ളത്. കാൻ ബാങ്ക് വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട് ലിമിറ്റഡ്, അതാണ് ഇതിൻ്റെ വെബ്സൈറ്റ്. പിന്നെ ലാസ്റ്റ് പറയുന്നത് കനറ ബാങ്ക് HSBC ഓറിയന്റൽ ബാങ്ക്, കനറ HSBC ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ് ലൈഫ് ഇൻഷുറൻസ് കമ്പനി. ഈ 3 ബാങ്കുകളും കൂടി മെർജ് ചെയ്തിട്ടുള്ള ഒരു ലൈഫ് ഇൻഷുറൻസ് കമ്പനിയാണ് കനറ ബാങ്ക് ഓറിയന്റൽ, കനറ HSB ഓറിയന്റൽ കൊമേഴ്സ് ലൈഫ് ഇൻഷുറൻസ് കമ്പനി.
വന്നിട്ടുള്ളത്. മെയിനായിട്ടുള്ളത് ലൈഫ് ഇൻഷുറൻസിൻ്റെ ഇതായിട്ടുള്ള ഡിവിഷൻസ് ആണ്. ഇൻഷുറൻസ് കമ്പനി തന്നെയാണ്. ഈ 3 കമ്പനി കൂടി മെർജ് ചെയ്തിട്ടാണ് ഈ ഒരു ഡിവിഷൻ വന്നിട്ടുള്ളത്. അതായത് കനറ ബാങ്കും HSBCയും OBSയും തമ്മിൽ മെർജ് ചെയ്തിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. ഓറിയന്റൽ ബാങ്ക് ഓഫ് കോമേഴ്സും കൂടി മെർജ് ചെയ്തിട്ടാണ് ഈ ഒരു ലൈഫ് ഇൻഷുറൻസ് ഈ ഒരു കമ്പനി മെർജ് ചെയ്തിട്ടുള്ളത്. മെയിനായിട്ട് ലൈഫ് ഇൻഷുറൻസ് തന്നെ. ഇതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള സബ്സിഡറീസ് വരുന്നത്. സബ്സിഡറീസ് ആയിട്ട് കനറ ബാങ്കിൻ്റെ വരുന്നത്, ഇൻഷുറൻസ് വരുന്നുണ്ട്, ഫണ്ടുകൾ വരുന്നുണ്ട്, ഫാക്ടറീസ് വരുന്നുണ്ട്, ഹോം ഫിനാൻസ് വരുന്നുണ്ട്, കമ്പ്യൂട്ടർ വരുന്നുണ്ട്, ഷെയർ ട്രേഡിംഗ് വരുന്നുണ്ട്, ഫിനാൻഷ്യൽ സപ്പോർട്ട് വരുന്നുണ്ട്, മ്യൂച്വൽ ഫണ്ട്സ് വരുന്നുണ്ട്. ശരിക്കും ഒരു ഫിനാൻഷ്യൽ പാക്കേജ് തന്നെ പറയാം നമുക്ക്. പല സബ്സിഡറികളായിട്ട് നമ്മൾ കനറ ബാങ്ക് അവരെ കുറച്ചുകൂടി മാനേജ്മെന്റ് ഈസി ആക്കാൻ വേണ്ടി പലതിനെയും ഡിവൈഡ് ചെയ്തിട്ട് അവർ സബ്സിഡിയറീസ് അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ പറയുന്നത് ഫോറിൻ ബ്രാഞ്ചസ് ആണ്. യുണൈറ്റഡ് കിങ്ഡത്തിലുണ്ട്, ഹോങ്കോങ്ങിലുണ്ട്, സൗത്ത് കൊറിയയിലുണ്ട്, അമേരിക്കയിലുണ്ട്, UAEയിലുണ്ട്, പിന്നെ റഷ്യയിലുണ്ട്, ടാൻസാനിയയിലുണ്ട്. ഇതെല്ലാമാണ് കനറ ബാങ്കിന്റെ ഔട്ട് ഓഫ് ഇന്ത്യയിൽ വരുന്ന ഫോറിൻ ബ്രാഞ്ചസ്. അപ്പോൾ ഇതാണ് നമ്മളെ കനറ ബാങ്കിന്റെ ഒരു ബ്രീഫ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ഇതിന്റെ ഹിസ്റ്ററി, പിന്നെ അതിന്റെ കറന്റ് മാർക്കറ്റ് ട്രെൻഡ്, പിന്നെ അത് എവിടെയൊക്കെയുണ്ട്, പിന്നെ അതിന്റെ മെയിൻ ആയിട്ടുള്ള സബ്സിഡറീസ്, ഇതൊക്കെയാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു, ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വളരെയധികം നന്ദി. താങ്ക് യു സോ മച്ച്. ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.